ഹായ്, നമുക്കൊരു ട്യൂബർ എങ്ങനെ നടാമെന്ന് നോക്കാം. ഇതൊരു യെല്ലോ പിയോണിയുടെ ട്യൂബറാണേ. ഞാൻ ഇത്ര വലിപ്പമുള്ള ഒരു ടബാണ് എടുത്തിരിക്കുന്നത്. ഇത് 100 രൂപയാണ് ഈ ടബിന് വലിപ്പം. ഏറ്റവും അടിയിൽ ഞാൻ ഇട്ടിരിക്കുന്നത് ചാണകപ്പൊടിയാണ്. സാധാരണ ഞാൻ ചാണകപ്പൊടിയും എല്ലുപൊടിയും ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ കയ്യിൽ എല്ലുപൊടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് താഴത്തെ ലെയറിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം മുകളിലത്തെ ലെയറിൽ ഞാൻ നമ്മുടെ തൊടിയിലെ മണ്ണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരിക്കുന്നത് പാടത്തെ ചെളി വേണമെന്ന് വിചാരിച്ചത്. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല, നമ്മുടെ തൊടിയിലുള്ള മണ്ണ് മാത്രം മതി. ഇതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കല്ലുകളോ വല്ല ഇതുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പറക്കി കളയണം. എന്ന് വെച്ചാൽ കല്ലുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ റണ്ണർ ഓടാൻ വേണ്ടി തടസ്സം വരും. അതുകൊണ്ട് നമ്മൾ ഈ കല്ലുകളൊക്കെ പറക്കി കളയണം. ഈ യെല്ലോ പിയോണി ട്യൂബർ ഞാൻ മേടിച്ചിട്ട് ഒരാഴ്ചയായി. പക്ഷേ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ വേരുകളൊക്കെ ഓടി റണ്ണറുകളൊക്കെ ഓടി തുടങ്ങി. ട്യൂബറുകൾ ചീഞ്ഞ് പോവില്ല, എന്താ വെച്ചാൽ അത് വെള്ളത്തിൽ കിടന്ന് വേരുകളൊക്കെ പിടിക്കും. പക്ഷേ റണ്ണറുകളാണെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് പോകും. ട്യൂബർ പക്ഷേ ചീഞ്ഞ് പോവില്ല. അത് ഇപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ നടാതിരുന്നത്. ഇപ്പോഴാണ് നടാൻ വേണ്ടി ഞാൻ എടുത്തത്. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കണ്ടോ, അതിനുശേഷം ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊഴുമ്പ് രൂപത്തിലാക്കും. നമുക്ക് ആവശ്യത്തിന് മണ്ണ് എന്തായാലും മണ്ണ് വേണമെന്ന് വിചാരിച്ച് കുറച്ചുകൂടി വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. മണ്ണ് അധികം ഇല്ലെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് മണ്ണ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചുകൂടി മണ്ണ് ഇട്ട് കൊടുത്തു. മണ്ണ് ഇട്ട് കൊടുത്ത് ഇതേപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴമ്പ് രൂപത്തിലാക്കി. എന്നിട്ട് ഇതിൻ്റെ സൈഡിലാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത്. ആമ്പലുകളുടെയാണെങ്കിൽ നമ്മൾ സെൻറ്ററിലാണ് ആമ്പലുകൾ നട്ടു കൊടുക്കുന്നത്. പക്ഷേ ലോട്ടസിൻ്റെ ട്യൂബർ നമ്മൾ നടുന്നത് സൈഡിലാണ്. എന്നിട്ട് സൈഡിലൊരു കണ്ടോ, ഇത് ട്യൂബർ നമ്മൾ സൈഡിൽ ഒരു ചാലെടുത്ത് ആ ചാലിൽ വെച്ച് കൊടുക്കും. അതിൻ്റെ റണ്ണറുകളൊന്നും താഴെ മണ്ണിനടിയിൽ പോകാൻ പാടില്ല. പൊന്തിച്ച് നമ്മൾ വെച്ച് കൊടുക്കണം. എന്നുവെച്ചാൽ താഴെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. ഈ കണ്ട ഇതിൻ്റെ റണ്ണറുകളൊക്കെ ഓടി തുടങ്ങിയ ട്യൂബറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊന്തി പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് ആ ഗ്രോത്ത് ടിപ്പിലൊന്നും മണ്ണിടാൻ പാടില്ല. അല്ലാതെ ആ ട്യൂബറിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതേപോലെ ഈർക്കിളി ഉണ്ടല്ലോ, ഈർക്കിളി ഇങ്ങനെ കുത്തി കൊടുക്കും. അതായത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പൊന്തി പോകാതിരിക്കാൻ വേണ്ടി ഈർക്കിളി ഇതേപോലെ നമ്മൾ കുത്തി കൊടുക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു വെള്ളം കുത്തി ഒഴിക്കാതെ നമ്മൾ ഒരു കൈ കൊണ്ടോ അല്ലെങ്കിൽ കണ്ടോ ഇതേപോലെ കൈ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ഇല വെച്ചിട്ട് നമ്മൾ പയ്യനെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഇത് നിറച്ച് ഈ ലോട്ടസ് ട്യൂബറിൻ്റെ ഇതുകളൊക്കെ ലീഫുകളൊക്കെ വെള്ളത്തിലാവണ തരത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് ഞാൻ നട്ടു കൊടുക്കുന്നത്. പിന്നെ ഇതിൽ നിറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ലീഫ് പൊങ്ങാൻ തരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിൻ്റെ മുകളിൽ കരടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കരടുകളൊക്കെ നമ്മൾ കളയണം. ഒരു ആഴ്ച കഴിയുമ്പോഴേക്കും ഈ വെള്ളമൊക്കെ ക്ലിയറായിട്ട് വരും. അപ്പോഴേക്കും ഞാൻ അസോള ഇട്ട് കൊടുക്കാറുണ്ട്. എന്താ വെച്ചാൽ ഇതുകൾ വരാതിരിക്കാൻ വേണ്ടി, കൊതുകുകൾ വരാതിരിക്കാൻ വേണ്ടി അസോള ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 10-12 വെറൈറ്റി താമരകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് താമരകൾ ഓരോന്നും. ഇത് ഒരാഴ്ചയായി നട്ടിട്ട്. നമമാണ്. ഇതൊക്കെയാണ് എൻ്റെ ലോട്ടസിൻ്റെ കളക്ഷൻസ്.